ഈ MT അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ബിന്ദു, അനുസ്മരണ പ്രഭാഷണം നടത്തിയ മന്ത്രി കെ രാജൻ, അധ്യക്ഷൻ MLA ബാലചന്ദ്രൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, MTയും ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് 61 വർഷം പഴക്കമുള്ളതാണ്. അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ 6 വർഷത്തെ പ്രസിഡൻ്റായിരുന്നപ്പം ആ 6 വർഷവും ഭരണസമിതിയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. ആലങ്കോട് ലീലാകൃഷ്ണനോടൊപ്പം തുഞ്ചൻപറമ്പ് ട്രസ്റ്റിൻ്റെ മെമ്പറാണ് 25 വർഷമായിട്ട്. അതൊന്നുമല്ല പറയുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചല്ല, സിനിമയെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത, അതിനെക്കുറിച്ച് ഏകദേശം ഒരു 8 വാചകം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ സംഭാഷണം കഴിയും. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഇവിടെ പറവട്ടാനി കഴിഞ്ഞ് സൈലൻ്റ് വാലി എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. അത് നടത്തിയതൊരു സിസ്റ്റർ വിനയാണ്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലോഹ ഊരിക്കളഞ്ഞ അവിടെ ഒരാളിരിക്കുന്നുണ്ട്, അതുപോലെ വിനയാണ്. ഞാൻ MTയോട് 30 ബധിര മൂക പെൺകുട്ടികൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞു. ഞാൻ MTയെ കൂട്ടിക്കൊണ്ട് പോയി. ആ കുട്ടികളോട് അവരുടെ ഭാഷയിൽ ഈ സിസ്റ്റർ വിനയ MT എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. MT അവരോട് സംസാരിച്ചു. അതും അവരുടെ ആംഗ്യഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇത് കഴിഞ്ഞപ്പോൾ MT എന്നോട് സ്വകാര്യമായി പറഞ്ഞു, ഞാനൊരു 25,000 രൂപയുടെ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇവർക്ക് കൊടുക്കും, പക്ഷെ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു. അത് പത്രത്തിൽ വരേണ്ടതല്ല. അങ്ങനെ ഞാൻ അതിന് സാക്ഷിയാണ്. അന്നാണ് 15 വർഷം മുമ്പാണ്, 95-ലാണ് MT ഇവിടെ പ്രസിഡൻ്റ് ആവുന്നത്. ആ ചെക്ക് കൊടുത്തു. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മാറാട് കലാപം നടന്നതിൻ്റെ 3-ാം ദിവസം KG ശങ്കരപ്പിള്ളയും സാറ ജോസഫും ഞാനും ഉൾപ്പെടെ ഒരു സംഘം എഴുത്തുകാർ ഇവിടെ നിന്നും കുറേ വസ്തുക്കൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് മാറാട് നമ്മൾ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു പന്ത് ആ നാട്ടുവഴിയിൽ കിടക്കുന്നുണ്ട്. ഒരു കുട്ടി ആ പന്ത് കളിക്കുകയില്ലാത്ത അന്തരീക്ഷം. ഒരു വീട്ടിൽ കയറിയപ്പോൾ ഒരു അമ്മ പറഞ്ഞു, ഇന്നലെ ഞാൻ ചായ കൊടുത്ത് വിട്ട ഒരു കുട്ടിയാണ് രാത്രി വന്ന് എൻ്റെ കൈ ഒടിച്ചത്. അവർ പ്ലാസ്റ്ററിട്ട് നിൽക്കുകയാണ്. മറ്റൊരു വീട്ടിൽ കയറിയപ്പോൾ മുസ്ലിങ്ങൾ നേരത്തെ കല്യാണം കഴിക്കുന്നവർ വളരെ ചെറുപ്പക്കാരിയായ ഒരു അമ്മ പറഞ്ഞു, നിങ്ങൾ ചാരി നിൽക്കുന്ന മതിൽ ചാരരുത്, മോൻ്റെ ചോരയാണ് ആ മതിലിൽ. ഇതെല്ലാം കണ്ട് ഞങ്ങൾക്ക് വിഷമം തോന്നി. സർക്കാർ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ MTയുടെ അടുക്ക കയറി ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. MT ഉടനെ തന്നെ AK ആൻ്റണി എന്ന മുഖ്യമന്ത്രിയെ വിളിച്ച് വളരെ ക്ഷോഭത്തോടുകൂടി സംസാരിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ധൈര്യമായിട്ട് MT മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ഒടുവിൽ MTയെ കാണുന്നത് എനിക്ക് ദോഹ പ്രവാസി ബഷീർ അവാർഡ് തരുമ്പോഴാണ്. അതിനുശേഷം ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഞാൻ പുറപ്പെട്ടതാണ് MTയെ കാണാമല്ലോ എന്ന് വിചാരിച്ച് 2 മാസം മുമ്പ്. പക്ഷേ MTക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടുകാർ അനുവദിച്ചില്ല എന്നുള്ള കാര്യം നമ്മുടെ സെക്രട്ടറി നന്ദകുമാർ MLA എന്നെ ഫോണിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ മുതുവറ എത്തിയിരുന്നു. തിരിച്ചു പോവുകയാണുണ്ടായത്. കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് ഈ ബഷീർ പുരസ്കാരം തരുമ്പോൾ ഞങ്ങൾ 2 പേര് ഇരുന്നുകൊണ്ട് തന്നെയാണ് പുരസ്കാരം അദ്ദേഹം കൈമാറിയത്. കാരണം എനിക്കും നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹത്തിനും നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ പുരസ്കാരത്തിൻ്റെ കാര്യം, എനിക്ക് പുരസ്കാരം കിട്ടിയ കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ആ പുരസ്കാരത്തിനോടൊപ്പം ഈ പുരസ്കാരം ലഭിച്ച ആൾ നിർദ്ദേശിക്കുന്ന പാവപ്പെട്ട പഠിക്കാൻ മിടുക്കുള്ള ഒരു കുട്ടിക്ക് 15,000 രൂപയുടെ MN വിജയൻ പുരസ്കാരം കൊടുക്കണമെന്ന തീരുമാനം എടുത്തത് MT ആണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ചിറ്റൂരുള്ള അതിദരിദ്രനായ വളരെ സമർത്ഥനായ ഒരു ശിഖാബ് എന്ന് പറയുന്ന കുട്ടിക്കാണ് അന്ന് MT സന്തോഷപൂർവ്വം ആ അവാർഡ് കൊടുത്തത്. ഈ 3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞത് നേരത്തെ ബിന്ദുവും അതുപോലെ തന്നെ സച്ചിമാഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത സാഹിത്യത്തിലൂടെയും സിനിമയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം നമുക്കറിയാവുന്നതാണ്. വളരെ രഹസ്യമായി കോഴിക്കോട്ടെ ധനാഢ്യരായ സുഹൃത്തുക്കളിൽ നിന്നും പണം ശേഖരിച്ച് ദരിദ്രരായ കുട്ടികൾക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. ഒരിക്കലും അതിനൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല, ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ MT, ഞാൻ എൻ്റെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചൊക്കെ ഇത്തവണത്തെ ദേശാഭിമാനി വാരികയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. MT കരുതലും കരുണയും സ്നേഹവുമാണ്. നേരത്തെ സജിമാഷ പറഞ്ഞ പോലെ നിരവധി എഴുത്തുകാരെ 63-ൽ എൻ്റെ കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് MT ആണ്. അന്ന് മുതലുള്ള ബന്ധമാണ്. ആദ്യത്തെ കഥ തിരസ്കരിച്ച് അദ്ദേഹം അയച്ച ഒരു കത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, 63-ൽ എഴുതിയ കത്ത്. ഒരു പക്ഷേ എന്നെപ്പോലെ ഒരാൾ, നേരത്തെ സച്ചിമാഷ് പറഞ്ഞ പോലെ അസ്തിത്വ ദുഃഖത്തിൻ്റെ വലിയ തിറയാട്ടങ്ങൾ മലയാള കഥയിൽ നടക്കുമ്പോൾ CV ശ്രീരാമനെയും എന്നെയും പോലുള്ളവരെയും അദ്ദേഹം മറന്നില്ല. ജീവിതാഭിമുഖ്യമുള്ള കഥകൾ എഴുതുന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ അന്ന് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ കഥകളും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചു. നേരത്തെ പറഞ്ഞ വളരെ ശരിയാണ്. തനിക്ക് വിരുദ്ധമായ വീക്ഷണങ്ങളുള്ളവരെയും കൂടെ ചേർക്കാനുള്ള വലിയൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ അദ്ദേഹത്തിനെതിരെ തികഞ്ഞ അപമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ നന്ദി കെട്ടവർ എന്ന് പറയേണ്ടി, അത്ര മോശമായ സംഗതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്നവർ അവഗണിക്കും, അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാനായ ആ എഴുത്തുകാരൻ്റെ ഓർമ്മ, ഒരു മരണം കൊണ്ട് ഒരു ജീവിതം അവസാനിക്കുന്നില്ല. നിത്യചൈതന്യ യതിയോട് മരിച്ചവർ എങ്ങോട്ട് പോകുന്നു എന്നൊരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അവർ മനസ്സിലേക്ക് പോകുന്നു എന്നാണ്. അങ്ങനെ MT മലയാളം ഉള്ളിടത്തോളം കാലം, ഇപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ എത്രയോ അനുസ്മരണങ്ങൾ കടന്നു പോയിട്ടുണ്ട്. മലയാളം ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിൽ ജീവനോടെ തന്നെ ചൈതന്യത്തോടെ തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.